തിരുവനന്തപുരം കള്ളിക്കാട് കാട്ടുപന്നി ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. 78-കാരിയായ വസന്തകുമാരിയുടെ കൈക്കാണ് പരിക്കേറ്റത്. റബ്ബർ പാൽ എടുക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. കള്ളിക്കാട് ഇന്നലെയും കാട്ടുപന്നി ആക്രമണം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, പലയിടങ്ങളിലും ഇപ്പോൾ കാട്ടുപന്നി ആക്രമണം കൂടി വ്യാപകമാവുകയാണ്. മറ്റത് കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന പരാതികൾ, അതല്ലെങ്കിൽ വാഹനാപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതിലുപരിയായി ആളുകളെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാട്ടുപന്നികൾ മാറിയിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ് മലയോര മേഖലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്ത് പൊതുവെ കാട്ടുപന്നി ആക്രമണം ശക്തമായിട്ടുള്ള ഒരു സ്ഥലമാണോ? കാട്ടുപന്നികളുടെ ശല്യം കൂടുതലായുള്ള സ്ഥലമാണോ? ഈ പരിക്കേറ്റ ആളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? പരിക്ക് ഗുരുതരമാണോ? ലക്ഷ്മി, സ്ഥിരമായി കാട്ടുപന്നി ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് കാട്ടാക്കടയിലെ കള്ളിക്കാട് എന്ന പ്രദേശം. നമുക്കറിയാം, ഇന്നലെയും അവിടെ കാട്ടുപന്നി ആക്രമണം ഉണ്ടായിരുന്നു. കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സതീഷിനെയാണ് ഇന്നലെ കാട്ടുപന്നി ആക്രമിച്ചത്. കൈക്കും കാലിനും തലയ്ക്കും ഇയാളുടെ പരിക്കേറ്റിരുന്നു. പക്ഷേ സാരമുള്ള പരിക്കായിരുന്നില്ല. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. അതിനുശേഷം തൊട്ട് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. അത് റബ്ബർ തോട്ടത്തിൽ റബ്ബർ പാൽ എടുക്കുന്നതിനിടെയാണ് കാട്ടുപന്നി അപ്രതീക്ഷിതമായി ഇവരെ പിന്നിൽ നിന്നും ആക്രമിച്ചത്. 78 വയസ്സുകാരിയാണ്. കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പക്ഷേ കൈക്ക് കുറച്ച് പരിക്ക് കൂടുതലുള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ നേരത്തെയും ഇവിടെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളെ കാട്ടുപന്നി കുറുകെ ചാടി ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞ ആഴ്ച പരിക്കേറ്റിരുന്നു. അങ്ങനെ നിരന്തരമായി കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാണ്. ഇവിടെ അതിനുള്ള പ്രതിവിധികൾ വേണം, അല്ലെങ്കിൽ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ ലക്ഷ്യം പറഞ്ഞതുപോലെ ഈ കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നതും പതിവായി തുടരുകയാണ്. കർഷകർക്ക് വലിയ തലവേദനയാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണവും ഈ കൃഷി നശിപ്പിക്കുന്ന കാര്യങ്ങളും. എന്തായാലും ഇതിൽ ഇടപെടൽ വേണമെന്ന് ശക്തമായി തന്നെ കർഷകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. ലക്ഷ്മി. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും.